ക്യാമ്പസ് പരിസരങ്ങളിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഇവിടെ നമ്മളിപ്പോ നേരത്തെ ഹിലാൽ പറഞ്ഞു വെച്ച ഒരു ഭാഗത്ത് നിന്ന് ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്യാം. പൊതുവിൽ ഇത്തരം ആളുകൾ അക്കാഡമിക്കലായ ചർച്ചകളിലേക്കൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. പലപ്പോഴും ഈ വിമർശനങ്ങളും വിദ്വേഷങ്ങളും പറയാൻ മാത്രം സമയം ചെലവഴിക്കുന്നതുകൊണ്ട് ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത രീതികളിലേക്ക് കടന്നു വരാത്ത ഒരു പ്രശ്നം ഒരു പൊതുവിൽ കാണാറുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു യുക്തിവാദി നേതാവിന്റെ ഒരു എത്തീസ്റ്റിന്റെ അയാളെ വേറെ ഭാഷയിൽ പറഞ്ഞ ഒരു എക്സ് മുസ്ലിമിന്റെ ഒരു വർത്തമാനത്തിൽ കേട്ടു. അക്കാഡമിക്കലായ ഒരു ചർച്ചയിലേക്കും ഞങ്ങൾ തയ്യാറല്ല. അക്കാഡമിക്കലി നോട്ട് വാലിഡ് എന്നത് ഞങ്ങളുടെ വിഷയമല്ല. അപ്പൊ പിന്നെ എന്താണ് ഞാൻ പറയുന്നത് ചോദിച്ചപ്പോൾ അത് ഞാൻ എനിക്ക് തൊള്ളേ തോന്നിയതൊക്കെ പറയുന്നുള്ളതാണ്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ചില അക്കാഡമിക്കൽ ഡാറ്റകൾ മുന്നോട്ട് വെക്കാനുണ്ട്. ഇവിടെ നേരത്തെ ഹിലാല് നഹിലിസത്തെ കുറിച്ച് പറഞ്ഞു. നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ മതം വിട്ട് നിങ്ങൾ പുറത്തു വരൂ, മനുഷ്യനാകൂ എന്നൊക്കെ പറയുന്ന നേരത്തെ വാസിക് സൂചിപ്പിച്ച അത്തരം വാദഗതികളുമായിട്ടാണ് ഇവർ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ളത്. പക്ഷേ ശരിക്കും ഇതിന് അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് നൈലിസമാണ്. നൈലിസം എന്നത് നേരത്തെ ഹിലാൽ സൂചിപ്പിച്ചതിന്റെ തുടർച്ചയായി പറയുകയാണെങ്കിൽ അത് ഒരു ഭൗതികവാദത്തിന്റെ ഒരു പാരമ്യമാണ്. അതൊരു ശരിക്ക് മെറ്റീരിയലിസ്റ്റിക് വേൾഡില് കേവലം പദാർത്ഥമാണ് മനുഷ്യൻ എന്ന വാദമാണത്. നമ്മൾ മറ്റു മൃഗങ്ങളെ പോലെ, കല്ലുകളെ പോലെ, മരങ്ങളെ പോലെ, ചെടികളെ പോലെ കേവലം ഒരു പദാർത്ഥം മാത്രമാണ് എന്ന വാദമാണ് ആ ഒരു വാദം. അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർക്ക് സന്തോഷത്തിന്റെ ആവശ്യകത എന്ത് എന്നതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. ഇവിടെ മനുഷ്യന്റെ ഒരു സ്വാഭാവികതയിൽ പെടുന്ന അവന്റെ ആനന്ദത്തിനോടുള്ള തേട്ടത്തെ പോലും യഥാർത്ഥത്തിൽ നിരാകരിക്കുന്നതാണ് നൈലിസം. അതുകൊണ്ടാണ് ശരിക്ക് മീനിങ്ലെസ് ആണ് എന്ന് വളരെ ഓപ്പൺ ആയി തന്നെ അവരവരുടെ വാദഗതിയായി മുന്നോട്ട് വെക്കുന്നത്.